മുൻപ് ഈ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ LDF സ്വീകരിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള വീഡിയോകളും അതുപോലെ ഈ പോസ്റ്ററുകളൊക്കെ പുറത്തിട്ടാണ് ഈ വിമർശനം ഉന്നയിക്കുന്നത്. വിജയൻ തന്നെ നേരിട്ട് പോയി ചർച്ച നടത്തി ആലപ്പുഴ ഗസ്റ്റ് ഹൗസിലടക്കം, അങ്ങനെയൊക്കെ അവർ പറയുന്നു. ആ പാർട്ടി തന്നെ രൂപീകരിച്ചിട്ട് എത്ര കാലമായി നിങ്ങൾ നോക്കിയാൽ മതി. പിന്നെ മുഖ്യമന്ത്രിയായി നിൽക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആവണമെന്നില്ല, ആ നിലയിലൊക്കെ ഉയർന്നു നിൽക്കുന്ന ഒരാളെ ആരൊക്കെ വന്ന് കാണുന്നുണ്ടാവും. ഇപ്പം നിങ്ങൾ മുഖ്യമന്ത്രിയെ കാണാൻ പോയി ഒരു നിവേദനം കൊടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവലാതി പറയാനോ പോയി, എന്നിട്ട് നിങ്ങൾ അവിടുന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട് പിന്നെ പ്രചരിപ്പിക്കുകയാണ് ഞാനും മുഖ്യമന്ത്രിയും തമ്മിൽ ചർച്ച നടത്തിയെന്ന് പറഞ്ഞാൽ അതിനൊന്നും യാതൊരു വിധത്തിലുള്ള പ്രാധാന്യവുമില്ല. പിന്നെ ഇവരുടെ നിലപാട് മുമ്പെന്തായിരുന്നു എല്ലാവർക്കും അറിയുന്നതല്ലേ. ഇപ്പോൾ സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ എനിക്ക് ഈ വിഭാഗത്തെ ഓർമ്മയുണ്ട്. അവർ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചിട്ട് അധികമായില്ല എന്നും നമുക്കറിയാം. അന്നൊക്കെ അവർ സ്വീകരിച്ചിരുന്നത് ആളെ നോക്കി വോട്ട് ചെയ്യുന്നതായിരുന്നു, സ്ഥാനാർത്ഥിയെ നോക്കി വോട്ട് ചെയ്യും. എന്നാൽ നിങ്ങൾ മറന്നുപോയത് ഓരോ മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥിയെ നോക്കി ഞങ്ങൾ വോട്ട് ചെയ്യും. അങ്ങനത്തെ ഒരു നിലപാടാണ് സ്വീകരിച്ചത്. അപ്പൊളിറ്റിക്കലായ ഒരു നിലപാട്, തീർത്തും അരാഷ്ട്രീയമായ ഒരു നിലപാട് അവർ സ്വീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് അവർ കേരളത്തിൽ ബഹുഭൂരിപക്ഷം മണ്ഡലങ്ങളിൽ UDF വോട്ട് ചെയ്യും. ചില മണ്ഡലങ്ങളിൽ അവർ LDF സ്ഥാനാർത്ഥിക്ക് പിന്തുണാന്നും പറഞ്ഞിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതായിരുന്നു അവരുടെ ശൈലി. ഓരോ മണ്ഡലത്തിനനുസരിച്ച് ഞങ്ങൾ നിലപാട് സ്വീകരിക്കും. അങ്ങനെ പറഞ്ഞ സമയത്ത് ആ കൂട്ടത്തിൽ ചിലപ്പോൾ ചില LDF സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടാവാം. അതിങ്ങനെ ഒരു പൊതു രാഷ്ട്രീയ പിന്തുണ കൊടുക്കുന്നതിൻ്റെ ഭാഗമൊന്നുമില്ല. ഇത് ആ നിലയിലല്ല പരിഗണിക്കപ്പെടുന്നതും. അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യമായിരിക്കും അവർ പറയുന്നത്. അവർ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് വന്നതിന് ശേഷം ഇപ്പം കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ, ആ തെരഞ്ഞെടുപ്പിൽ ഞാനൊരു സ്ഥാനാർത്ഥിയായിരുന്നല്ലോ. ആ തെരഞ്ഞെടുപ്പിൽ ഞാൻ കണ്ടത് എല്ലാ UDF ഇലക്ഷൻ കമ്മിറ്റി ഓഫീസുകളുടെയും മുന്നിൽ UDF ഘടകകക്ഷികളുടെ കൊടികൾ കെട്ടിയതിൻ്റെ ഇടയിൽ ഇവർ പോയിട്ട് ഇവരുടെ കൊടിയും കെട്ടി. അവരത് അഴിപ്പിച്ചിട്ടുമില്ല. അപ്പോൾ ഒരു അപ്രഖ്യാപിത ഘടകകക്ഷിയായിട്ട് പ്രവർത്തിച്ചു വരികയാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇതിൽ പുതുമയില്ല, പുതിയൊരു കാര്യമില്ല. അവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പിന്നോടുന്നതാണ്, ഈ തിരഞ്ഞെടുപ്പിൽ അത് ആവർത്തിക്കുന്നു എന്നേ ഉള്ളൂ. അതിലൊരു കാര്യം ഞാൻ പ്രശ്നമായിട്ട് കണ്ടിട്ടില്ല. ഞാൻ അതിനൊന്നും ഇവരെയൊന്നും വിമർശിച്ചിട്ടുമില്ലല്ലോ. നിങ്ങൾ ചോദ്യം ചോദിച്ചപ്പോൾ ചോദ്യത്തിന് മറുപടിയായി അവർ ഉയർത്തിപ്പിടിക്കുന്ന നിലപാട് മതനിരപേക്ഷതയെ ശക്തിപ്പെടുത്തുന്ന നിലപാടല്ല എന്ന പൊതുവിമർശനം പറഞ്ഞു എന്നേ ഉള്ളൂ. അവരാർക്ക് പിന്തുണ കൊടുത്താൽ നമുക്കെന്ത്?